പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. അത് ഒന്ന് ഒരു നാടൻ പാട്ടിന്റെ 2 വരികളാണ്. ഒന്ന് ഒരു സിനിമാ ഗാനത്തിന്റെ 2, 3, 4 വരികളാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്നും ചില ഭാഗങ്ങളാണ്. ഇതാകെ പറയുമ്പോൾ ജയകുമാർ സാറ് ബാബുരാജിനെ പറ്റി എഴുതിയതുപോലെ അതു നീ തന്നെ എന്ന് ഒരു ധാരണ എൻ്റെ മനസ്സിൽ, ഈ ചിത്രങ്ങൾ, ഈ വാക്കുകൾ ഞാൻ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടി. ജയകുമാർ സാർ എന്തുകൊണ്ട് എഴുതുന്നു, എന്തുകൊണ്ട് ജയകുമാർ സാർ ആകുന്നു, എന്തുകൊണ്ട് അദ്ദേഹം നല്ലൊരു നേതൃത്വ ശ്രേണിയിൽ എത്രയോ നാൾ അദ്ദേഹത്തിന് വളരെ വളരെ ഫലവത്തായി പ്രവർത്തിക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹം, സൗഹൃദം, പാടവം, രചനാ വൈഭവം, വാക്കിനോടുള്ള ഒരു സമന്വയം, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കുവാനുള്ള ഒരു പ്രാപ്തി, ഇതെല്ലാം അടങ്ങുന്ന ഒരു ജയകുമാർ സാറ്. അദ്ദേഹത്തെ എൻ്റെ മനസ്സിൽ എന്നോട് ഇങ്ങനെ സംബന്ധിച്ചപ്പോൾ കിട്ടി. നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന നാടൻ പാട്ട്, ഞാനവിടെ ചെന്ന് പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ, ഞാനവിടെ ചെന്ന് പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, അല്ലേ? ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഒരു തസ്തികയിൽ ഇരിക്കുമ്പോൾ, ഒരു ഭാരം വഹിച്ചു നാം ധരിക്കുമ്പോൾ, അന്യരെ ധരിപ്പിക്കുമ്പോൾ, വീട്ടിൽ ഒരു ചായ ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ ഭർത്താവ് എന്ന നിലയിൽ പോലും നാം പറയാറുണ്ട്, ഞാൻ അവിടെ ചെന്ന് പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ. മനുഷ്യന് വേറൊരു ഭാവമുണ്ട്. അതൊരു സിനിമാ ഗാനത്തിൽ വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിനു പോകേണം, കൃഷ്ണാട്ടത്തിനു പോയാൽ പോരാ കണ്ണനായി തീരേണം. നാം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും നാം സ്വയം പഠിച്ചെടുത്തതുമായ പാഠം ഇതാണ്. നമുക്ക് കൃഷ്ണാട്ടത്തിന് പോയാൽ മാത്രം പോരാ, നമുക്ക് കൃഷ്ണനായി തീരണം. അങ്ങനെ ഉണ്ടോ?